സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിൽ വിശ്വസിച്ചിരുന്ന ജീവനക്കാർക്ക് അഷ്വർഡ് പെൻഷൻ പദ്ധതിയാണ് ബജറ്റിൽ ധനമന്ത്രി വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇപ്പോഴത്തെ പങ്കാളിത്ത പെൻഷനിൽ ചേരാത്തവർക്ക് ശമ്പളമില്ലെന്ന തീരുമാനത്തിലാണ് ധനവകുപ്പ്. സർക്കാർ ജീവനക്കാർക്ക് നിശ്ചിത തുക പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും ഒട്ടേറെ കാര്യങ്ങളിൽ ഇനിയും തീരുമാനമാകാനുണ്ട്. ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്താലേ ചിത്രം വ്യക്തമാവുകയുള്ളൂ. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ എന്ന പോലെ ഇതിലും ജീവനക്കാർ വിഹിതം നൽകേണ്ടതുണ്ട്. അതിനൊപ്പം സർക്കാർ വിഹിതം കൂടി ചേർത്ത് സംസ്ഥാന സർക്കാരിന് കീഴിൽ പുതുതായി തുടങ്ങുന്ന പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റും. ജീവനക്കാരും സർക്കാരും നിലവിൽ NPS-ൽ നൽകി വരുന്ന 10% വീതമാണ്. ആ നിരക്ക് പുതിയ പദ്ധതിയിലും തുടരാനാണ് തീരുമാനം. ഇപ്പോഴത്തെ പങ്കാളിത്ത പെൻഷനിൽ ചേരാത്തവർക്ക് ശമ്പളമില്ലെന്ന തീരുമാനം ധനവകുപ്പ് എടുത്തു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. സെപ്റ്റംബർ വരെയായിരുന്നു പങ്കാളിത്ത പെൻഷനിൽ ചേരേണ്ടുന്ന സമയം. പങ്കാളിത്ത പെൻഷനിൽ ചേരാത്തവർക്ക് ശമ്പള ബില്ല് എഴുതില്ല എന്നുള്ള തീരുമാനത്തിലാണ് ധനവകുപ്പ് എത്തി നിൽക്കുന്നത്. 5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരിൽ 45% ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലാണുള്ളത്. 2.22 ലക്ഷത്തോളം വരുന്നവർക്കാണ് പെൻഷൻ പദ്ധതിയിലെ മാറ്റവും പ്രയോജനപ്പെടുക. 2013 ഉമ്മൻചാണ്ടി സർക്കാരാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത്. 2013 ഏപ്രിൽ 1 മുതൽ നിയമിതരായ ജീവനക്കാർക്കാണ് ഇത് ബാധകമാക്കിയതും. അതിനു മുമ്പ് നിയമിതരായ ഇപ്പോൾ സർവീസിലുള്ളവർക്ക് പഴയ രീതിയിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ലഭിക്കുക. അവസാന 12 മാസത്തെ ശമ്പളത്തിന്റെ ശരാശരിയുടെ പകുതിയിലാണ് ഇവർക്ക് ലഭിക്കുന്നത്. 2013 ശേഷം നിയമിതരായി ഇതിനകം വിരമിച്ച 6000-ഓളം പേർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ തുച്ഛമായ പെൻഷനേ ലഭിക്കുന്നുള്ളൂ. ഇവരെ അഷ്വർഡ് പെൻഷൻ പദ്ധതിയിൽ എങ്ങനെ ഉൾപ്പെടുത്തണമെന്നും വിഹിതം വാങ്ങണോ എന്നുമൊക്കെ ചർച്ച നടക്കുകയാണ്. NPS പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് സർവീസ് സംഘടനകളുടെ ആവശ്യം. ഏറ്റവും ഒടുവിൽ അഷ്വർഡ് പെൻഷൻ നടപ്പിലാക്കിയ തമിഴ്നാട് NPS നിലനിർത്തിയിട്ടുണ്ട്. NPS-ൽ ഇതുവരെ അടച്ച പണം പിൻവലിക്കില്ല. ജീവനക്കാർ വിരമിക്കുമ്പോൾ അവർക്ക് ഇതുവരെ NPS-ൽ അടച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം സംസ്ഥാനത്തിന്റെ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവും പരിഗണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.